ഉൽപ്പത്തി പുസ്തകത്തിലെ ആദം ആപ്പിള് തിന്നപ്പോൾ ലോകം മുഴുവൻ നശിച്ചുപോയി എന്ന ആ കഥ സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കുന്ന കഥയാണ്. അവരിൽ പലരും ഉൽപ്പത്തി പുസ്തകത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന ഒരു വൈരുദ്ധ്യത്തിലാണ്. ഈ വൈരുദ്ധ്യം എന്ന് പറയുന്ന ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു ക്ലാസിക്കൽ ഗ്രന്ഥവും അൺഇക്യുവോക്കൽ അല്ല. അൺഇക്യുവോക്കൽ ഞാൻ ഈ വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം തന്നെ പ്രസിദ്ധ മുസ്ലിം പണ്ഡിതനായ സക്കീർ നായിക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്. യേശു ദൈവപുത്രനാണ്, ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൺഇക്യുവോക്കൽ സ്റ്റേറ്റ്മെന്റ്, അൺഇക്യുവോക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബൈബിളിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, അൺഇക്യുവോക്കൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ അൺഅംബിഗ്വസ് എന്നാണ്. അൺഅംബിഗ്വസ് എന്ന് വെച്ചാൽ സംശയാതീതമായി ആ വാചകത്തിൽ തന്നെ വ്യാഖ്യാനം കൂടാതെ അർത്ഥമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ആ വാചകം പറഞ്ഞാൽ 2+2 4 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണ പോലെ നേരിട്ട് മനസ്സിലാകുന്ന ഡയറക്റ്റ് ആൻഡ് പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്നതാണ് ഈ സക്കീർ നായിക്ക് ചോദിക്കുന്ന ചോദ്യം. ഇതിനുള്ള മറുപടി സക്കീർ നായിക്കിനോട് മാത്രമല്ല, സ്വതന്ത്ര ചിന്തകരോട് കൂടിയാണ്. ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിലും അൺഇക്യുവോക്കൽ ആയിട്ടുള്ള പ്രസ്താവനകൾ, ഡയറക്റ്റ്ലി മനസ്സിലാകുന്ന പ്രസ്താവനകളില്ലേ. 2+2 4 എന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന എന്തുകൊണ്ട്? അതും മനസ്സിലാകാത്ത കോടാനുകോടി ജനങ്ങളുണ്ട്. അവർക്ക് വ്യാഖ്യാനം ആവശ്യമുണ്ട്. അതിനാണ് അധ്യാപകര്. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു മുസ്ലിം സുഹൃത്തിനോട് ചോദിച്ചു, വ്യാഖ്യാനം കൂടാതെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും വാചകങ്ങൾ ഖുറാനിലുണ്ടോന്ന്. വ്യാഖ്യാനം ഇല്ലാത്ത ഒരു വാചകവും ഒരു വചനവും ഇല്ല അതില്. അതുകൊണ്ടാണ് അനേകം ഹദീസുകൾ ഉണ്ടായി വന്നത്. ഇതിനൊക്കെ വ്യാഖ്യാനം ആവശ്യമുണ്ട്. ഇനി സ്വതന്ത്ര ചിന്തകരോട് ചോദിക്കാനുള്ളത്, വ്യാഖ്യാനം ആവശ്യമില്ലാത്ത ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഉണ്ടോ? ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അധ്യാപകരുടെ ആവശ്യം എന്താ? നേരിട്ട് വായിച്ചാൽ കുട്ടിക്ക് മനസ്സിലാവില്ലേ? അതിന് വേറെ വ്യാഖ്യാതാക്കളുടെ ആവശ്യമുണ്ടോ? അപ്പൊ വ്യാഖ്യാനം ആവശ്യമില്ലാത്ത ഒരു ഗ്രന്ഥവുമില്ല. അപ്പൊ ഇപ്പോഴത്തെ പോസ്റ്റ് മോഡേണിസ്റ്റുകൾ പറയുന്നത് യാഥാർത്ഥ്യത്തിലെ വ്യാഖ്യാനം മാത്രമേ ഉള്ളൂ എന്നാണ്. അത് പോട്ടെ, നമുക്ക് ഇവിടേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു സുഹൃത്ത് സ്വതന്ത്ര ചിന്തകനാണ്. അദ്ദേഹം എൻ്റെ സുഹൃത്തല്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. വല്ല നന്മയുണ്ടോ എന്ന് നമ്മൾ കേൾക്കണമല്ലോ. നന്മയില്ലെങ്കിൽ പോലും ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം തന്നെ ഒരു നന്മയാണ്. ഇപ്പൊ അദ്ദേഹം അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും സംഭവം വിവരിക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹം കണ്ടെടുക്കുന്ന ഏക കാര്യം ഇതാണ്: അബ്രാഹം ചെന്നപ്പോൾ അവിടെ കൂടിയ ജനങ്ങൾ അബ്രാഹത്തിൻ്റെ കൂടെ വന്ന വ്യക്തികളുമായിട്ട് സെക്സ് നടത്തണമെന്ന് ചോദിച്ചു, സ്വവർഗരതി വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ലോത്ത് പറഞ്ഞു, എൻ്റെ പെൺമക്കളെ തരാം, നിങ്ങൾ ആണുങ്ങളെ ചോദിക്കല്ലേ എന്ന്. അപ്പൊ നോർമൽ സെക്സിന് ഇറ്റ് ഈസ് ഫ്രീ, ബട്ട് നോട്ട് ഫോർ അബ്നോർമൽ. ഇതാണ് എന്നിട്ട് ലോത്തിന്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാകുന്നത്. ലോത്തും ലോത്തിന്റെ പെൺമക്കളും തമ്മിലുള്ള ഒരു ലൈംഗിക ബന്ധം അതിൽ വിശദീകരിക്കുകയാണ്. ആ വിശദീകരണം നടക്കുന്ന അതിൻ്റെ പശ്ചാത്തലത്തിൽ
അനേകം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് എന്താണ്? അബ്രാഹാം ലോത്തും ചേട്ടനും അനിയും മക്കളാണ്. സ്വത്ത് ഭാഗം വെക്കേണ്ടി വന്നപ്പോ അബ്രാഹമാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് നീ തെരഞ്ഞെടുത്തോ. ലോത്ത് സൂത്രത്തിൽ എന്ത് ചെയ്തു? നല്ല ഫലഭൂയിഷ്ടമായ ഭൂമി തെരഞ്ഞെടുത്തു. എന്നിട്ട് അബ്രാഹത്തിന് മോശം ഭൂമി കൊടുത്തു. അത് ഒരു സനാതന സത്യമാണ്. ഇപ്പോഴും നമ്മുടെ വീടുകളിൽ സ്വത്ത് തർക്കം ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യണേ? മിടുക്കുള്ളവൻ നല്ല ഭൂമിയിലേക്ക് പോകും. അതിൽ കുറച്ച് മിടുക്ക് കുറഞ്ഞവന് മോശം സാധനം കിട്ടും. അവസാനം ജീവിതാന്ത്യത്തിൽ എന്തുണ്ടാവും? പിതൃസ്വത്തിന്റെ നല്ല ഭാഗം വാങ്ങിച്ചവൻ അത് ഉപേക്ഷിച്ച് പോകേണ്ട ഗതികേടിലെത്തും. മോശം ഭാഗം വാങ്ങിച്ചവൻ മിടുക്കനായിട്ട് മാറും. അതാണ് അബ്രാഹത്തിന്റെയും ലോത്തിന്റെയും കഥയുടെ പിറകിൽ കിടക്കണ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അബ്രാഹത്തിന്റെയും ലോത്തിന്റെയും കഥയുടെ ഉള്ളില് വേറൊരു കാര്യം കിടപ്പുണ്ട്. എന്താണ്? അബ്രാഹാം ദൈവദൂതന്മാരോട് ചോദിച്ചു, ഈ സമൂഹത്തിൽ 1000 പേര് നല്ലവരുണ്ടെങ്കിൽ ഈ സമൂഹത്തെ നശിപ്പിക്കുമോ? ദൈവദൂതൻ പറഞ്ഞില്ല. അതിന്റെ അർത്ഥം 1000 പേരില്ല എന്നാണ്. 100 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല. 50 നിരപരാധി ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? ആ ചോദിക്കുന്നില്ല. 1 നിരപരാധി ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല. അതിൽ നിന്നാണ് വെസ്റ്റേൺ ജൂറിസ്പ്രൂഡൻസിന്റെ അടിത്തറയിൽ വന്നത് 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും 1 നിരപരാധി നശിപ്പിക്കപ്പെടാൻ പാടില്ല. അപ്പോ ഇന്ത്യൻ കോടതിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് യഹൂദന്മാരുടെ ആണോ, ക്രിസ്ത്യാനികളുടെ ആണോ, ഇന്ത്യക്കാരുടേതാണോ, ബാബിലോണിയക്കാരുടേതാണോ ഈ കഥ എന്ന് നമുക്കറിയില്ലേ. യഹൂദന്മാരെ എഴുതിയ പുസ്തകത്തിൽ അത് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത് ഞാനൊരു ലേഖനം വായിച്ചത്, പൈതഗോറസിന്റെ തിയറം കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുൻപ് ഈ തിയറം ഉണ്ട്. പൈതഗോറസ് അത് രേഖപ്പെടുത്തി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഗ്രീക്കുകാർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇല്ല. രേഖപ്പെടുത്തി വെക്കാൻ ചിലപ്പോൾ 1000 കൊല്ലം എടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഉൽപ്പത്തി പുസ്തകത്തിലെ ലോത്തിന്റെ കഥ വായിച്ചിട്ട് ചിലർക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇനി ആദാമിന്റെ ഹവ്വയുടെയും കഥയിൽ ആപ്പിൾ എന്താണ്? ആ ആപ്പിൾ എന്ന് പറയുന്നതിന് അവിടെ ഒരിക്കലും ആ പുസ്തകത്തില്, ഉൽപ്പത്തി പുസ്തകത്തിലെ ആപ്പിൾ കടിച്ചിട്ടില്ലേ. അതിന്റെ പേര് ഇതാണ്, നന്മ തിന്മയുടെ വേർതിരിവിന്റെ വൃക്ഷം. എന്താണ് ആ വൃക്ഷം? നന്മ തിന്മയുടെ വേർതിരിവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയേണ്ട ആദ്യം. അതിനെ വിളിക്കുന്ന പേരാണ്, ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് മൊറാലിറ്റി ആൻഡ് എത്തിക്സ്. ഇന്ത്യക്കാർ വിളിക്കുന്ന പേരാണ് ധാർമ്മിക വ്യവസ്ഥ, ധർമാനുഷ്ഠാനം. അപ്പൊ ഇംഗ്ലീഷിൽ അത് എത്തിക്സ് ആണ്, ഇന്ത്യയിൽ അത് ധർമ്മ സംവിധാനമാണ്. അപ്പോൾ ഈ എത്തിക്കൽ സിസ്റ്റത്തിന്റെ, ശരിതെറ്റിന്റെ മാനദണ്ഡം നീയാകരുത്. ഇപ്പൊ ചിലർ പറയണ കേട്ടല്ലേ, ഞാൻ പറയുന്നത് എനിക്ക് ശരി, നീ പറയണത് നിനക്ക് ശരി. അപ്പൊ ഏത് ശരിയാ എക്സിക്യൂട്ട് ചെയ്യ? അങ്ങനെ ഒരു ശരിയില്ല എന്ന് പറഞ്ഞാല് സൊസൈറ്റി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ധാർമ്മിക വ്യവസ്ഥയെ നീ ലംഘിക്കരുത്, എത്തിക്കൽ സിസ്റ്റത്തിന് എതിരായി നീ പ്രവർത്തിക്കരുത്. അപ്പൊ എന്താണ് എത്തിക്കൽ സിസ്റ്റം? അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യണം. അപ്പൊ എത്തിക്കൽ സിസ്റ്റത്തിന് തകർന്നാൽ എത്തിക്കൽ സിസ്റ്റത്തിന്റെ ബേസ് എന്തായിരിക്കണം? അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. അതില് ചൈനക്കാരൻ എന്താണ് പറയുന്നത്, ഇന്ത്യക്കാരെന്താണ് പറയുന്നത് എന്ന് പരിശോധിച്ച് നോക്കണം. ഇപ്പൊ ചൈനീസ് വ്യവസ്ഥിതിയുടെ മേളില് ഇന്ത്യൻ സംസ്കാരത്തിന്
ഒരു നേട്ടമുണ്ട്. എന്താണ് നേട്ടം? ചൈനീസ് സംസ്കാരത്തിലെ ശരിതെറ്റുകളുടെ മാനദണ്ഡം കുടുംബമാണ്. നിങ്ങൾ ദൃശ്യം എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിൽ ഒരു കുടുംബത്തിനകത്ത് ഒരു പെൺകുട്ടി വേറെ ഒരു കുടുംബത്തിലെ ഒരുത്തനെ കൊല്ലുകയാണ്. അപ്പൊ കുടുംബത്തിലുള്ളവര് ഈ ക്രൈം മൂടി വയ്ക്കുകയാണ്. ഇതാണ് ദൃശ്യം സിനിമയുടെ പ്രമേയം. എന്തുകൊണ്ട് മൂടി വയ്ക്കുന്നു? ആ മൂടി വയ്ക്കുന്നതിൻ്റെ കാരണം ആ കുടുംബത്തിന്റെ സൽപ്പേര് നശിച്ചാൽ ആ കുടുംബം മൊത്തം നശിച്ചു പോകും. ഇത് ചൈനീസ് സംസ്കാരത്തിന്റെ അടിത്തറയാണ്. ഞാൻ ചൈനയിൽ പോയപ്പോൾ കൺഫ്യൂഷ്യൻ മതത്തിന്റെ അടിത്തറകൾ പഠിക്കുന്ന ഒരു 4 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ അവതരിപ്പിച്ച 2500-3000 കൊല്ലം പഴക്കമുള്ള കഥയാണ്. എന്ത്? ഒരു മകൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആടിനെ പിടിച്ചു കൊണ്ടുവന്ന് അവൻ കൂട്ടാൻ വെച്ച് അപ്പന് കൊടുക്കുകയും അപ്പൻ അത് തിന്നുകയും ചെയ്തതിന് ശേഷം മകൻ ഇത് കട്ടുകൊണ്ടുവന്നതാണെന്ന് അറിഞ്ഞാൽ അപ്പൻ മകനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമോ? ഇതാണ് ചോദ്യം. ചൈനക്കാരൻ എഴുതി, തെറ്റ്, അങ്ങനെ പറയാൻ പാടില്ല. കാരണം എത്തിക്കൽ സിസ്റ്റത്തിന്റെ മാനദണ്ഡം കുടുംബമാണ്. ആണ് ചൈന. ഇന്ത്യയിലെ രാമായണം വന്നപ്പോൾ അതിനെ തകർത്ത് പറയാണ്. മാത്രമല്ല, രാമായണത്തില് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, താൻ താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കുറ്റം താൻ താൻ എന്ത് ചെയ്യണം? അനുഭവിക്കണം. അങ്ങനെ പ്രവൃത്തിനും റെസ്പോൺസിബിലിറ്റീനും ഒരുമിച്ചാക്കി. മാത്രമല്ല, ഫാമിലി സിസ്റ്റത്തിലല്ല എത്തിക്സ് നിലനിൽക്കണേ. ആ എത്തിക്സ് നിലനിൽക്കുന്നത് സൊസൈറ്റിയാണ്, അറ്റ് ലാർജാണ് എന്ന് സ്ഥാപിക്കാനാണ് രാമായണവും മഹാഭാരതവും ശ്രമിക്കണേ. അപ്പൊ കുടുംബമാണോ ശരിതെറ്റ് നിർണയിക്കേണ്ട മാനദണ്ഡം? രാജ്യമാണോ, രാജ്യക്ഷേമമാണോ ശരിതെറ്റ് നിർണയിക്കേണ്ട മാനദണ്ഡം? രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ബാബിലോണിയക്കാർ എഴുതിയെന്തെന്ന്? ശരിതെറ്റ് നിർണയിക്കേണ്ട മാനദണ്ഡം തരുന്നത് ദൈവമാണ്, വ്യക്തിയോ മനുഷ്യനോ സമൂഹമോ അല്ല. ഇതേ കണ്ടെത്തലാണ് മനുഷ്യന് വെളിപ്പെട്ട് കിട്ടിയതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. നന്മ തിന്മയുടെ മാനദണ്ഡം ദൈവത്തിൻ്റെ ഹിതമാണ്, അല്ലാണ്ട് നിന്റെ ഇഷ്ടമല്ല. ഇതാണ് അവിടെ തിന്ന പഴം, അല്ലാണ്ട് ആപ്പിള് തിന്നു എന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഇതിൽ പ്രശ്നം കിടക്കുന്നത് സ്വതന്ത്ര ചിന്തകരല്ല. ഇതിൽ പ്രശ്നം കിടക്കുന്നത് വലിയൊരു ശതമാനം ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ആപ്പിൾ എന്ന് പറയുന്നത് സെക്സാണ്, സെക്സ് ചെയ്യുന്നത് പാപമായിരുന്നു, ആദാമിൻ സെക്സ് ചെയ്ത കാരണമാണ് ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായത് എന്ന് വ്യാഖ്യാനിക്കുന്ന അനേകം ക്രിസ്ത്യാനികളുണ്ട്. അവർ തെറ്റുകാരാണ്. ഐ ഹേറ്റ് ദം. കാരണം അതിൻ്റെ ഒരു കാരണം സഭയുടെ ചില ആചാരങ്ങളാകാം. സഭ കാലാകാലങ്ങളിൽ എന്ത് ചെയ്തു? സന്യാസമാണോ വലുത്, കുടുംബമാണോ വലുത് എന്ന ഹൈറാർക്കിക്കൽ ഇതിൽ കുടുംബത്തിനെ താഴ്ത്തി വെച്ച് സന്യാസത്തിനെ മുകളിൽ വെച്ചു. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ കുടുംബത്തിനെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സന്യാസം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഒരു കൾമിനേഷൻ മാത്രമാണെന്ന ഇന്ത്യൻ ചിന്തയോട് യോജിച്ച് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ കുടുംബമാണ് സെന്റർ, അത് ഷിഫ്റ്റ് ചെയ്തിട്ട് സന്യാസമാണ് സെന്റർ എന്നത് പറയുന്നതിനോട് പൂർണ്ണമായി യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ ആദം തിന്ന ആപ്പിൾ എത്തിക്കൽ ആപ്പിളാണ്, അല്ലാണ്ട് മരത്തിന്മേൽ ഉണ്ടാവുന്ന ആപ്പിളല്ല എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു മനുഷ്യൻ എത്തിക്കൽ പ്രിൻസിപ്പിള് ലംഘിച്ചാൽ ഉത്തരവാദിത്തം, അതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടത്
അവൻ മാത്രമാണോ അതോ ഈ പ്രപഞ്ചം മുഴുവനാണോ? ഇതാണ് ആപ്പിള് കഥയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള വ്യാഖ്യാനം, അതിൻ്റെ അർത്ഥം. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞിട്ട് അതിൻ്റെ സിദ്ധാന്തത്തിലേക്ക് പ്രവേശിക്കാം. ഒരിക്കൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സെൻറ് തോമസ് കോളേജിൻ്റെ സയൻസ് ഗ്രൂപ്പിലാണ്, ഡോക്ടർ ആവാനാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. സമരം നടക്കുന്ന ഒരു ദിവസം ഞങ്ങൾ 3-ാം നിലയിൽ നിന്ന് താഴെയുള്ള പോലീസുകാരുടെ തലയിലേക്ക് കുറച്ച് കല്ലുകൾ വലിച്ചെറിഞ്ഞു. അപ്പോൾ അത് ഞങ്ങളുടെ ക്ലാസ്സിൽ 80 പേരിൽ 2 ആളാണ് ഇത് ചെയ്തത്. പോലീസുകാർ മൊത്തം ഓടി വന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് എല്ലാവർക്കും ചൂരലുകൊണ്ട് ചുട്ടടി. എന്നെ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് കല്ലെറിഞ്ഞിട്ടില്ല സാറേ. അവർക്കത് പ്രശ്നമല്ല. ഒരുവ കല്ലെറിഞ്ഞു, എല്ലാവരും അടി കൊണ്ടു. ഇതാണ് ആ സംഭവം. രണ്ടാമത്തെ സംഭവം, ഞാൻ NCCയുടെ ഭാഗമായിട്ട് ട്രെയിനിങ്ങിന് പോയപ്പോഴാണ് ഒരു മേജർ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തന്നത്. യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പട്ടാള ക്യാമ്പിലുള്ളവർ തിളങ്ങുന്നതോ ആയ സാധനങ്ങൾ ധരിക്കാൻ പാടില്ല, അതൊക്കെ കവർ ചെയ്യണം. 2, സിഗരറ്റ് ലൈറ്ററൊന്നും ഒരിക്കലും കത്തിക്കരുത്. കാരണം അങ്ങനെ സിഗരറ്റ് ലൈറ്ററോ എന്തെങ്കിലും കത്തിച്ചാൽ ആകാശത്തേക്കൂടെ പോകുന്ന ശത്രുരാജ്യത്തെ ചാരന്മാർക്ക് ഇവിടെ ആളുണ്ടെന്ന് മനസ്സിലാവുകയും അവിടെ ബോംബ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരിക്കൽ ഒരു പട്ടാളക്കാരൻ കാശ്മീർ അതിർത്തിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കത്തെഴുതി. അദ്ദേഹത്തിന് കത്ത് കിട്ടിയത് രാത്രി, ഏത് യുദ്ധം നടക്കുന്ന സമയത്താണ്. രാത്രി കത്ത് കിട്ടി അദ്ദേഹം സിഗരറ്റ് ലൈറ്ററിൻ്റെ വെളിച്ചത്തിൽ കത്ത് വായിക്കാനായിട്ട് തുറന്നതും 5 മിനിറ്റിനകം ബോംബ് ചെയ്ത് ആ ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാവരും നശിച്ചുപോയി. അപ്പോൾ ഒരുവൻ തെറ്റ് ചെയ്ത് അവന് മാത്രമാണോ വരാതെ ക്യാമ്പ് മുഴുവൻ പോയോ? ഇതാണ് രണ്ടാമത്തെ ഉദാഹരണം. ഇനി മൂന്നാമത്തെ ഉദാഹരണം, ഒരു ടീം കളിക്കുമ്പോൾ, ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോളിയോ ബാക്കോ ചതിച്ചാൽ ആ ടീം അങ്ങനെ തന്നെ തോറ്റുപോകും. അപ്പോൾ ഒരാളുടെ തെറ്റ് മുഴുവൻ ടീമിൻ്റെയും ദോഷത്തിന് വരും. ഇനി ഇതിന് ത്വാത്വികമായ വല്ല അടിത്തറയുണ്ടോ? അതറിയണമെങ്കിൽ യൂണിറ്റി ഓഫ് കോൺഷ്യസ്നസ്, യൂണിറ്റി ഓഫ് ബീയിങ്സ് എന്ന 2 സിദ്ധാന്തം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ സിദ്ധാന്തം? എൻ്റെ ശരീരം കോടാനുകോടി സെല്ലുകളുണ്ട്. അതെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണോ, ചിന്നിച്ചെതിരി നിൽക്കുന്ന ഒന്നാണോ? ഇതിനൊരു യൂണിറ്റി ഉണ്ട്, യൂണിഫൈഡ് ആണ്. അപ്പം അതുകൊണ്ട് ഒരു സെല്ലിലേക്ക് ഞാൻ ഒരു വെയിൻ്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ പൊട്ടാസ്യം സയനൈഡ് കയറ്റി വിട്ടാൽ മൊത്തം ശരീരം കണ്ടാമിനേറ്റഡ് ആയിട്ട് ഡീക്കേ ആയി പോവും. ഞാൻ എൻ്റെ വയറ്റിലേക്ക് വിഷം ചെന്നാൽ മൊത്തം ശരീരം നശിച്ചു പോവും. എൻ്റെ ഇവിടുത്തെ മാത്രം ഞരമ്പ് കട്ട് ചെയ്താൽ എല്ലാ രക്തവും പോകും. ഇത് ശരീരത്തെ സംബന്ധിച്ച്, ശരീരം. അപ്പൊ പ്രപഞ്ചം മുഴുവനും, മനുഷ്യവർഗം മുഴുവനും ഏക ശരീരമാണെന്ന വാദത്തിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റി ഓഫ് ബീയിങ്. എൻ്റെ ചിന്തയും നിന്റെ ചിന്തയും ലോകത്തിലുള്ള എല്ലാവരുടെ ചിന്തയും ദൈവത്തിൻ്റെ ചിന്തയും എല്ലാം യൂണിഫൈഡ് ആണെന്നുള്ള ചിന്തയാണ് യൂണിറ്റി ഓഫ് കോൺഷ്യസ്നസ്. ഇത് മെറ്റാഫിസിക്കലാണ്. അപ്പൊ ലോകം മുഴുവനുള്ള യാഥാർത്ഥ്യങ്ങൾ ഏകയാഥാർത്ഥ്യം എന്ന ബന്ധത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ ഞാൻ തെറ്റ് ചെയ്താൽ ലോകത്തിലുള്ള എല്ലാവരെയും അത് ബാധിക്കും. ഞാൻ ചെയ്യുന്ന തെറ്റ് എനിക്ക് മാത്രമല്ല ബാധിക്കുക. ഞാൻ ട്രാഫിക് നിയമം ലംഘിച്ചാൽ വണ്ടി ഓടിക്കുന്ന എല്ലാവരെയും ബാധിക്കും. ഒരാൾ ലംഘിച്ചാൽ മതി. ആ അർത്ഥത്തിൽ ആണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, നന്മതിന്മയുടെ മാനദണ്ഡം ഒരാൾ ലംഘിച്ചാൽ അതിൻ്റെ അനന്തരഫലം അവനവൻ മാത്രം അനുഭവിച്ചാൽ പോരാ, ലോകം മുഴുവനിലുള്ളവരും വരാനിരിക്കുന്ന തലമുറയും ഹിസ്റ്ററി മുഴുവനും അനുഭവിക്കേണ്ടി വരും എന്നതാണ് ആദം കടിച്ച ആപ്പിളിൻ്റെ ആന്തരികാർത്ഥം.
അത് വെച്ചിട്ടാണ് പൗലോസ്ലീഹ പറയണേ എന്ത്, ഈ യൂണിറ്റി ഓഫ് ബീയിങ്സ് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ അത് എല്ലാവർക്കും ബാധകമായി. അപ്പോൾ ഒരു മനുഷ്യൻ നന്മ ചെയ്താലോ അത് ലോകത്തിലുള്ള എല്ലാവർക്കും അത് ഗുണം ചെയ്യും. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരൻ്റെ സുഖത്തിനായി വരയണം എന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതെല്ലാവരുടെയും നന്മയ്ക്കായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ മാത്രം നന്മ ചെയ്താൽ എന്ത് മെച്ചം എന്ന് നിങ്ങൾ ചോദിക്കരുത്. ഞാൻ തിന്മ ചെയ്താൽ അത് ലോകം മുഴുവൻ്റെ നാശമാണ്. ഞാൻ നന്മ ചെയ്താൽ അത് ലോകം മുഴുവൻ്റെയും നന്മയിലേക്ക് ഭവിക്കും. ആ നന്മ തിന്മ ഞാനായിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യടോ താൻ ആരാ ചോദിക്കാൻ എന്ന പഴം തിന്ന ആദാം അത് മനുഷ്യനാണ്. അല്ലാണ്ട് ആദാം എന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തെറ്റിപ്പോയി. അതുകൊണ്ട് ഗ്രന്ഥം വായിച്ച് ഇത് എൻ്റെ വ്യാഖ്യാനമാണ്, അതുപോലെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കും കഴിയട്ടെ. പുതിയ പുതിയ അർത്ഥങ്ങൾ വരട്ടെ. 1000 നാവുള്ള അനന്തന്മാരായി വ്യാഖ്യാനങ്ങൾ പുറത്തു വരട്ടെ. സത്യമേവ ജയത, സത്യത്തിലേക്ക് നാം നടുന്നെടുക്കട്ടെ. സത്യം പൂർണ്ണമാണ്, ആബ്സല്യൂട്ടാണ്, സനാതനമാണ്, സാർവത്രികമാണ്. പക്ഷേ നമ്മുടെ അറിവ് റിലേറ്റീവാണ്. നോളജ് ഈസ് റിലേറ്റീവ്, ട്രൂത്ത് ഈസ് ആബ്സല്യൂട്ട്. അങ്ങനെ ഒരു ധാരണയിൽ ഞാൻ സ്വതന്ത്ര ചിന്തകരെ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുമായിട്ടുള്ള സംവാദത്തിലൂടെയാണ് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാവുകങ്ങൾ ആശംസിക്കുന്നു. നിങ്ങളില്ലാതാക്കണമെന്നല്ല, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ സന്തോഷപൂർവ്വം ഇനിയും കാത്തിരുന്നുകൊണ്ട്